ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ എൻ്റെ യൂട്യൂബിൽ ഒരു വീഡിയോ ഒക്കെ വന്നിട്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് ഹാബ്ലർ വിത്ത് SG ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. എൻ്റെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ കൊണ്ടുവന്നിട്ടില്ല വീഡിയോയ്ക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം കിട്ടി. മറ്റേ ദിവസമൊക്കെ വർക്ക് ആയതുകൊണ്ട് ഇത്ര റഷ് ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് കുക്ക് ചെയ്യാം. ഈവനിങ് ആയപ്പോൾ ചെറിയൊരു കുക്കിംഗ് മൂഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം കുറേ നാളായി എയർ ഫ്രയർ വെറുതെ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ ഏട്ടന് ഭയങ്കരമായിട്ട് പരാതിയുണ്ട്, എയർ ഫ്രയർ അവിടെ ഇരുന്ന് പൊടി പിടിച്ച് കളയുന്നു, നീ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള കാര്യമായിട്ടുള്ള അഭ്യർത്ഥന മൂലം ഞാൻ വിചാരിച്ചു ഇന്ന് ഫ്രൈസ് അതിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു കേക്ക് ആൻഡ് സംതിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഓർഡർ ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പുഡിംഗ് ആണ്, അതായത് ഭയങ്കര മറ്റേ കേക്കൊന്നുമല്ല. ഞാൻ അങ്ങനെ ബേക്കിംഗ് അറിയുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ ഞാൻ അങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോൾ എനിക്കങ്ങനെ ചെയ്യാൻ തോന്നിയ ഒരു സാധനമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പിന്നെ പറ്റുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ആ സമയത്ത് കുക്ക് ചെയ്യുന്ന സമയത്ത് മൂഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സാധനം കൂടി അതിൽ ആഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ അടുത്ത് വളരെയധികം ട്രെൻഡിങ് ആയ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു ഡെസേർട്ട് ഐറ്റം ഉണ്ടല്ലോ, മറ്റേ ബനാന വിത്ത് ഐസ്ക്രീം ഒക്കെ വെച്ചിട്ട്, അതൊന്നും പറ്റുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ പഴുത്ത പഴം ഓർഡർ ചെയ്തിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ ചെയ്യും ഗൈസ്. അപ്പം മെയിനായിട്ട് ഇപ്പോൾ ഫ്രൈസ് ആൻഡ് ഈ പുഡിംഗ് കേക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ആയിട്ടാണ് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഉറപ്പാണ് ഒരു 80% പാളാനുള്ള സാധ്യത ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ട്രൈ ചെയ്യാണ്ടിരിക്കരുത്. അപ്പം ഇന്ന് എൻ്റെ കൂടെ ഏട്ടനുണ്ട്. ഏട്ടനാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന. അപ്പോൾ ഏട്ടനാണെന്ന് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി കുക്ക് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. ഏട്ടനെ പിടിച്ചിരുത്തിയിട്ടുള്ളതാണ്. അടുത്തിരി ക്യാമറ ഷൈ ആണ്. നമ്മുടെ സാധനങ്ങളൊക്കെ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. മുട്ട ഉണ്ടായിരുന്നു അവിടെ, പക്ഷെ ഞങ്ങൾ ഓർഡർ ചെയ്തതാണ്, ആവശ്യം വരും. പഴം അത്യാവശ്യം തൊലി കറുത്തതാണ്, അതുകൊണ്ട് പഴുത്തതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ പഴങ്ങൾ തൊലി കറുപ്പിച്ചിട്ട് അവർ തരും. ഉള്ളിൽ വലിയ കാര്യമായിട്ടുള്ള സാമാന്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്താ പിന്നെ ഇതില് വാനില എസൻസ്, പാല് ചെറിയ 2 പാക്കറ്റ് നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയിട്ട് മേടിച്ചതാണ്. പിന്നെ തേങ്ങയും ഇതാണ്, അത് നമുക്ക് ആവശ്യമില്ല, അത് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് മേടിച്ചാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ മേടിച്ച സാമഗ്രികൾ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഫസ്റ്റ് നമുക്ക് എന്തുണ്ടാക്കാം? ഞാൻ ഒരു സൈഡില് പുഡിംഗ് ഉണ്ടാക്കും, ഏട്ടൻ ഒരു സൈഡില് ഫ്രൈസ് ഉണ്ടാക്കും. കാരണം ഞങ്ങൾക്ക് സമയം ലാഭിക്കണം. ഞങ്ങൾക്ക് എല്ലാം അങ്ങനെ ഒരുപാട് സമയം എടുത്ത് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ടയേർഡ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പൊ അധികം ടയേർഡ് ആക്കരുത്. നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇതാക്കാം. നേട്ടം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആളാണെന്നാണ് ക്യാമറയുടെ ബാക്കിൽ നിന്ന് നേട്ടം പറയുന്നത്. അപ്പൊ ചിലപ്പോൾ ഏട്ടന് പറ്റുമായിരിക്കും, പക്ഷെ എനിക്കത് പറ്റില്ല ഗൈസ്. എനിക്ക് അങ്ങനെ കുറെ നേരത്ത് കുക്ക് ചെയ്യുന്നത് ഇഷ്ടമല്ല. പെട്ടെന്ന് ആയിരിക്കണം, എന്നാൽ നല്ല സ്വീറ്റ് ആയിരിക്കണം. കുറെ നേരത്തെ നമ്മൾ കുറെ നേരം നിന്ന് ടയേർഡായി ഇതിനെ വെറുതെ അനാവശ്യമായിട്ട് എനർജി ലോസ് ആക്കുന്നത് അല്ലേ. നമുക്ക് ഓക്കെ ഗൈസ്, അപ്പോൾ ഏട്ടൻ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഫ്രണ്ട് ബാക്ക് ഒന്ന് കാണിക്കണേ. അപ്പോൾ ഏട്ടൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഏട്ടൻ്റെ പരിപാടികൾ. അപ്പോൾ ഞാനും സൈഡിലുണ്ടാവും. അപ്പോൾ ഏട്ടൻ എന്താ ചെയ്യണേ ഫസ്റ്റ്? അയ്യോ എന്ത് പറ്റി? എന്താണ് പറഞ്ഞോളൂ, കാര്യമായിട്ടെന്ന് പറഞ്ഞോളൂ. ഫ്രഞ്ച് ഫ്രൈസിനുള്ള പരിപാടികളാണ് ഏട്ടൻ സെറ്റായിക്കൊണ്ടിരിക്കണേ. ആദ്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി കളയണതാണ് ശരിക്കുള്ള ധർമ്മം. ഓക്കെ, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാരമൽ ബ്രെഡ് പുഡിംഗ് ആണ്. ഇത് കാരമൽ ബ്രെഡ് പുഡിങ്ങിന് വേണ്ട സാധനങ്ങൾ ഇതൊന്നുമല്ല. പഴം വേണ്ട, നമുക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുട്ട, പാല്, ബ്രെഡ്, ഈ വക സാമഗ്രികളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം കുറച്ച് മുട്ട ഫസ്റ്റ് നമ്മൾ കാരമലൈസ് ചെയ്തെടുക്കണം, പഞ്ചസാര എടുത്തിട്ട്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം നമുക്ക് ഇത് വെച്ചിട്ട് ബ്രെഡിൽ കുതിർത്തെടുത്തിട്ട് ചെയ്യാം.
സാധാരണ ബ്രെഡിൽ കുതിർത്തെടുത്ത് കുറച്ച് സമയം എടുക്കണം എന്നാണ് പറയാ. പക്ഷെ എനിക്ക് അതിനുള്ള ടൈമില്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ കുറെ നേരം ചെലവഴിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കുതിർത്ത് വെച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പഞ്ചസാര കാരമലൈസ് ചെയ്യണം. അത് കാരമലൈസ് ചെയ്ത് സെറ്റ് ആവാൻ വെക്കണം. പിന്നെ ഇവിടെ ഞാൻ ബേക്കിംഗ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങനെ പാത്രങ്ങളൊന്നുമില്ല. അപ്പൊ ഉള്ള പാത്രങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അത് ചെയ്തിട്ട് പിന്നെ നെക്സ്റ്റ് നമുക്ക് പുഡിങ്ങിക്കുള്ള മിക്സ് സെറ്റ് ആക്കാം. സിമ്പിൾ പരിപാടിയാണല്ലോ. അപ്പൊ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇതിന് ഒരു 8 പീസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിന്റെ സൈഡ് നമ്മളിങ്ങനെ കട്ട് ചെയ്യണം. പിന്നെ 2 മുട്ട, കുറച്ച് പഞ്ചസാര, വാനില എസൻസ്, ഇതൊക്കെയാണ് വേണ്ടത്. ഇത് നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്യാം. സൈഡ് കട്ട് ചെയ്ത് കളയണതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് കട്ട് ചെയ്ത് പോയാൽ കുറെ ബ്രെഡും പോയിട്ടുണ്ട്. പരിചയമില്ലാത്ത കാര്യങ്ങളല്ലേ. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കിട്ടുകയല്ലേ നല്ലത്. ഇതിപ്പോ ഭയങ്കര ഓവറായില്ലേ. ഞാൻ പറയണെങ്കിൽ നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്യും. ഓരോന്നായിട്ട് ഏട്ടൻ അതിൽ ഭയങ്കര പ്രോയാണെന്നാണ് പേട്ടൻ തെളിയിക്കാൻ പോണത്. വിജയിച്ചിരിക്കുകയാണ് ഗൈസ്. ഇനി ഒരു സൈഡും കൂടി ഉണ്ട്. അതും കൂടി ഏട്ടൻ കറക്റ്റായിട്ട് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായി. 2 ഞാൻ കറക്റ്റായിട്ട് ചെയ്തേ. ബാക്കി 6 ഏട്ടൻ ചെയ്യണം. ഓക്കെ. എൻ്റെ സൈഡിൽ ഇതൊന്നും കൂടി സംഭവം അത് ഉണ്ടായെന്ന് വെച്ചിട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എന്നാലും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ. ഇത് വെറുതെ ഇങ്ങനെ ഫ്രൈ ഒക്കെ ചെയ്തിട്ട് ഞാൻ ചില ആൾക്കാർ കണ്ടിട്ടുണ്ട് ബ്രെഡിന്റെ ഈ സൈഡ് കഴിക്കില്ല, അതിൻ്റെ ഉള്ളില് മാത്രമേ കഴിക്കുള്ളൂ ഈ സൈഡ്. പക്ഷെ ഞാൻ ഈ സൈഡ് കഴിക്കും. എന്തുകൊണ്ടാണ് ആ സൈഡിനോട് ഇത്ര വെറുപ്പ് ആൾക്കാർക്ക് ചോദിച്ചാ എനിക്കറിയില്ല. എന്താ ഇത്ര വെറുപ്പ്? അങ്ങനെ വെറുപ്പിന്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഈ ബ്രെഡ് ഇട്ടു. ഇനി നമുക്ക് 2 എന്ത് ചെയ്യാം, മുട്ട പൊട്ടിച്ചൊഴിക്കാം. പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് ചില ആൾക്കാർക്ക്. പക്ഷെ എനിക്കിതിൽ ചെറിയൊരു ടെൻഷനാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ കാരമലൈസ് ചെയ്യുന്ന വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ എപ്പോഴും കുറച്ചും മനസ്സിലാകാണെന്ന് തോന്നി. ഇതിൻ്റെ ഇടയിൽ ഇടാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പൊ അത് നമുക്ക് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പൊ എനിക്ക് ഈ വേളയിൽ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളെപ്പോഴും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്നും അറിയില്ലെങ്കിലും എന്തെങ്കിലും അറിയാം എന്ന് നമ്മളെ തന്നെ ധരിപ്പിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നന്നായിരിക്കും. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നല് എനിക്ക് വരാറുണ്ട് പേഴ്സണലി. നിങ്ങൾക്കത് വരുത്തുന്നത് എന്തുകൊണ്ടും ജീവിതത്തിൽ നല്ലൊരു ഐഡിയ ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര മടിയുള്ള ആളാണ് ഗൈസ്. ഡയലോഗൊക്കെ അടിക്കുന്നുള്ള ഭയങ്കര മടിയാണ്. പക്ഷെ നമ്മളിത് ചെയ്യണം. നമ്മളിത് ചെയ്യാണ്ട് പിന്നെ ആര് ചെയ്യും? എന്താ കറക്റ്റ് അല്ലേ? എന്തൊക്കെയായി വരുന്നുണ്ട്. ഏട്ടൻ അതിലേക്ക് ചെറുതായിട്ട് എന്താ ആഡ് ചെയ്യുന്നേട്ടാ, കോക്കനട്ട് ഓയിൽ ജസ്റ്റ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ ഗൈസ്, അങ്ങനെ കാരമൽ പുഡിങ് ഏകദേശം ആയി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതന്നെയാന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇനി ഇത് തണുക്കാൻ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഗൈസ്, നമ്മള് ഫ്രൈസ് എന്റെ ഉള്ളിൽ ഇട്ടിട്ടുണ്ട്, എയർ ഫ്രയറിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇത് തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലാലേട്ടന്റെ സ്പെഷ്യൽ റെസിപ്പി. അത്യാവശ്യം പഴുത്ത പഴം തന്നെയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഉണ്ടാക്കാന്നുള്ളത്. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് നെയ്യുമാറ്റി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് സെറ്റ് ആക്കാം. ഓക്കെ, ഹേ ഗൈസ്, ഫ്രൈസ് ഏകദേശം ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏട്ടൻ്റെ ഫ്രൈസ് റെഡി ആയിട്ടുണ്ട്. മിസ്റ്റർ വിമൽ കുമാർ, അടിപൊളി. ഓക്കെ, അടിപൊളിയായിട്ടുണ്ട്, നൈസായിട്ടുണ്ട്. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഫ്രൈസ് ഉണ്ടാക്കുന്നത്. ലാലേട്ടൻ റെസിപ്പി സെറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ ഫ്രൈസും സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് കഴിക്കാം. പുഡിങ് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സെറ്റ് ആയതിനു ശേഷം എടുത്ത് കഴിക്കാം. സംഭവം അടിപൊളിയാണ് ഗൈസ്. അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലാലേട്ടൻ്റെ ഡിസേർട്ട് ആകുമ്പോൾ അടിപൊളിയാവാണ്ടിരിക്കില്ല. ഹേ ഗൈസ്, എങ്ങനെയുണ്ട് പുഡിങ്? പുഡിങ് ഞങ്ങൾ കുറച്ച് കഴിച്ചു. സെറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് കറക്റ്റ് പാത്രത്തിൽ നിന്ന് കിട്ടിയില്ല. എന്നാലും ഹൗസ് ദാറ്റ് അടിപൊളിയായിട്ടുണ്ടെന്നാണ് ഏട്ടൻ പറഞ്ഞത്. കറക്റ്റ് ഇതിലൊന്നും കിട്ടിയിട്ടില്ല ഗൈസ്, ഭയങ്കര സെറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഞങ്ങളിതിൽ കുറച്ച് കഴിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, കൊള്ളാം. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇന്നത്തെ ഡിസേർട്ട് നൈസായിട്ട് ഞങ്ങൾ ആഘോഷിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി നോക്കുക. പാളിപ്പോയാലും പ്രശ്നമില്ല. ഇതിപ്പോൾ സെറ്റ് ചെയ്യാണ് ഞാനൊന്ന് പാളി, അതായാലും പ്രശ്നമില്ല. സംഭവം ടേസ്റ്റ് ഉണ്ട്. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. പാളിയാലും കുഴപ്പമില്ല, ട്രൈ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.